ഒരു കിണർ പണിക്ക് എത്ര ചാർജ് ചെയ്യുന്നു പറയും. ഞങ്ങളെ കിണർ പണീനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാം. മധ്യവയസ്കരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ പോകുന്നോളൂ. അതുപോലെ കൈകാൽ മുട്ടുവേദന, ക്ഷീണം, തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ ഒക്കെ മാറിക്കിട്ടും. എന്ന് വെച്ചാലേ ഈ വിറ്റാമിൻ ഡി എന്ന സാധനം ഉണ്ടല്ലോ, അത് കുറവാണെങ്കിൽ നമ്മളിങ്ങനെ തണലത്ത് കൂടെ മാത്രം നടന്നാൽ പോരാ, കുറച്ച് നമ്മൾ വെയിലും കൊണ്ട് നടക്കണം. അപ്പം ആ വെയിലും തിരങ്ങിയുള്ള നടത്താണ് കേട്ടോ. അപ്പം ദാ വരുന്നു എൻ്റെ കണവൻ. ഞാൻ വിറ്റാമിൻ ഡി തിരഞ്ഞു പോവുക. വിറ്റാമിൻ ഡി എവിടെയാണോ? വിറ്റാമിൻ ഡി കാലുവേന മാറിന്റെ വെയിലുള്ളണ്ടേ. ഏട്ടന് ഒരുവിധം എല്ലാ വിറ്റാമിനും കിട്ടുന്നില്ലേ? ഇത് കണ്ടാ തോന്നുന്നുണ്ട്. ചോറുണ്ടാ തോന്നോളൂ. നമ്മളിങ്ങനെ അകത്തിരിക്കുന്നവർക്ക് വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ എല്ലാം തിരങ്ങി നടന്ന് പോകണം. അതിന് ഗുളികയൊക്കെ കുടിക്കണം. പക്ഷേ ഇങ്ങനെ പുറത്ത് പോയി പണിയെടുക്കണവർക്ക് എല്ലാ വിറ്റാമിനും പൈസത്ത് തന്നെ കിട്ടൂലേ. പക്ഷെ എൻ്റെയൊക്കെ രമേശേട്ടൻ ഒരു വെയിൽ കൊള്ളുന്ന ആളാണ്. എന്നാലും മൂപ്പർക്ക് വിറ്റാമിൻ ഡി ഇല്ല. കുറേയൊക്കെ ഗുളിക കുടിച്ചു, ഇപ്പോഴും പ്രശ്നമുണ്ട്. കിണർ പണി കഴിഞ്ഞു. എവിടെ ഇരുന്ന് പണിയേട്ടാ? ആരുടെ നാട്ടില്? ഓ, അപ്പൊ ഞാനേത് നാട്ടുകാരിയാ? നിങ്ങളെന്നെ എപ്പോഴും ഈ നാട്ടുകാരെ കാണുന്നില്ല അല്ലേ? ഞാനതുകൊണ്ട് നിങ്ങളും കൂടെ ജീവിക്കുക. ഇങ്ങനെ വെയിൽ കൊള്ളണത്രേ. നാളെ വിറ്റാമിൻ ഞാനിപ്പോ എങ്ങോട്ട് ഇറക്കാനാണ്? ഐഫോൺ ഉണ്ടാവുകൊണ്ട് എന്തായാലും വെയിലത്ത് കൂടെ ഇറക്കുമ്പോ കറുപ്പാ തോന്നില്ലല്ലോ. ഒരു ഗ്ലൈസിങ് ഒക്കെ കണ്ടോ? ഗ്ലൈസിങ് അതൊന്നല്ലടാ, ക്രീം വെച്ചിട്ടാ, സൺസ്ക്രീൻ ലോഷൻ തേച്ചിട്ടാ. രണ്ടും കൂടി അവിടെ എന്ത് സെറ്റായിട്ടാ കളിക്കുന്ന അറിയോ? എന്തായിരിക്കും ചെയ്യണ്ടാവുക? അല്ല, ഗെയിം കളിക്കണേ. നിങ്ങള് ഒരു കിണർ പണിക്ക് എത്ര ചാർജ് ചെയ്യുന്നു പറയും. ഞങ്ങളെ കിണർ പണീനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാം. വിളിക്കൂല ആരും? അതെന്താ? അമ്മാരി പൈസ എന്നാലും പറ എത്ര രൂപയോ? എത്ര രൂപയാണ് ഒരു കിണർ പണി? പറയാൻ പാടില്ല. അത് കസ്റ്റമർക്ക് അനുസരിച്ചും കിണറിനനുസരിച്ച പേയ്മെന്റ്. മുതലേ നമ്മള് കുറെ സമ്പാദിക്കണ്ടല്ലോ. ഒക്കെ എവിടെ നിങ്ങൾ കൊണ്ടേക്കണ്? ഞാൻ അറിയാണ്ട് ഏതോ കൊണ്ടിട്ട് തോന്നുന്നു കേട്ടോ. ഓരോ കിണറിനും പിന്നെ ആൾക്കാർക്കും അനുസരിച്ച് ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ അധികം പൈസ ആവൂലേ? ഓരോ കിണറിന്റെ അവസ്ഥ കണ്ടാ അറിയാലോ. അപ്പൊ അങ്ങനെ അമിത പൈസ ഒന്നും വാങ്ങൂല, നോക്കിയും കണ്ടൊക്കെ തന്നെ മേടിക്കുള്ളൂ. ഇങ്ങക്ക് ആർക്കെങ്കിലൊക്കെ കിണർ പണിയൊക്കെ ഉണ്ടെങ്കിൽ എന്റെ രമേശനെ വിളിച്ചോളൂ കേട്ടോ. സൂപ്പറായി കിണറൊക്കെ പണിത് വരും. ഇന്നിപ്പോ ഒരു ഞായറാഴ്ച ലീവാണ്, ഉണ്ണുകളൊക്കെ വീട്ടിലുണ്ട്. ഇടയിൽ നല്ലൊരു തല്ലൂട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേട്ടന് വിശന്നിട്ട് വയ്യ പറഞ്ഞപ്പോ അവർക്ക് കഴിക്കാനുള്ള ചോറൊക്കെ എടുത്ത് വെച്ചേ. എങ്ങനെയൊക്കെ കൊഞ്ചിച്ചാലും തല്ലൂടി കഴിഞ്ഞാൽ നല്ല തല്ലും കൊടുക്കും, ചീത്തയും പറയും. അതെ, അയ്യോ ഇപ്പൊ എന്ത് സൗണ്ട് കുറച്ച് അതിന്റെ കറക്റ്റ് സ്വഭാവം ഒരു മനുഷ്യനറിയൂടെ അല്ലേ? അവിടെ അച്ചട് വരട്ടെ, അച്ചൂട്ടി കുടിക്കും. അവിടെ പിടിക്കാ പോണേ, അറ്റത്ത് പിടി. നീ എന്നടാ അവനെ വിളിച്ചതിപ്പോ? മൊണ്ണേനെ പിന്നെ ഷൊണ്ണ ഇത് ഞാൻ അതിൽ വിടും, കാണിച്ചോ കേട്ടോ. എന്താ മനുഷ്യന്മാര് പറയണ ആയിക്കോട്ടെ, ശരി. എന്താടാ അത് ഇതിക്കെന്നെ വെക്കിളിങ്ങിന്റെ കെട്ടിന് കിണർ പണി കിട്ടിയിട്ട് വേണേ മണ്ട. ഏട്ടാ ഇതാ നിങ്ങളെ സാധനങ്ങളൊക്കെ എടുത്ത് നാശാക്കണോ? സൂക്ഷിച്ചു വെക്കി. ഒരു 4-5 കിണർ പണി വന്നു കഴിഞ്ഞാ മൂന്നാർക്ക് എന്താ അറിയിക്കണ്ട്? എന്നെ അറിയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ കാര്യം? എടാ ഉണ്ണിയാ സപ്പോർട്ട് പഴുത്തണം നോക്കിയോക്കടാ. ആദി അയിമുണ്ട് നല്ല മൂത്തണെങ്കി അറുത്തേക്ക. ആ സീതാപ്പഴം പോയ പോലെ പോവില്ല.
ഇതെങ്ങനെ പെട്ടെന്ന് അറിയാം? സംഭവടാ മരുന്നടിച്ചിട്ട് നമുക്ക് കായ ഉണ്ടാവുണ്ടല്ലേ. ഇതിന്റെ സപ്പോർട്ട് ചെയ്യുമ്പോ അങ്ങനെ കായ്ക്കലില്ല കേട്ടോ. എല്ലാ കൊല്ലവും ഒരു കായയും പിന്നെ കുറെ പൂക്കളും കുഞ്ഞു കുഞ്ഞു കായയും വന്നിട്ട് കൊഴിഞ്ഞു പോവലാണ്. ഇൻസ്റ്റയില് ഓർഗാനിക് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അത് നമുക്ക് ഈ കായയും പൂവൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ, അതിന്റെ പേര് ഓർക്കണില്ല, അയച്ചു തന്നായിരുന്നു അവര്. ഞാനത് 2-3 വാട്ടി തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയൊരു കായം മാത്രല്ല, ഇപ്പൊ ഒക്കെ കുഞ്ഞു കുഞ്ഞു കായകള് അങ്ങനെ ഇടയിലിടയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇപ്പൊ ഉപയോഗിച്ചേം പാട് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വിവരം തരാം, ആർക്കെങ്കിലൊക്കെ യൂസ് ആവുമല്ലോ. ഓർഗാനിക് ലൈഫിന്റെ ആ പേജിൽ നിന്ന് നമ്മള് ഈച്ച മരുന്ന് അതുപോലെ പല്ലി മരുന്നൊക്കെ മേടിക്കലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആയാലും കുറച്ച് യൂസ് ആക്കിയിട്ട് മാത്രമായിരിക്കും ഇതുപോലെ നിങ്ങളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുള്ളൂ. വെറുതെ നമ്മള് വടി കൊടുത്ത് അടി മേടിക്കണ്ടല്ലോ, അതൊക്കെ ഓർത്തിട്ട് കേട്ടോ. അപ്പൊ നമ്മളെ സപ്പോർട്ട് അറക്കല് കഴിഞ്ഞു. അറക്കാൻ പാടൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റന്നേ ഉണ്ടായിരുന്നുള്ളൂ. മരുന്നടിക്കല് കഴിഞ്ഞു. ഇനി ഉച്ചരിങ്ങാത്തുള്ള പണികളാണ്. നാളത്തേക്ക് തീപ്പൂട്ടുള്ള വർഗൊക്കെ പൊട്ടിച്ച് വെക്കുകയാണ്. പുറത്തടുപ്പ് കത്തിക്കാൻ തുടങ്ങിയതില് നമ്മളെ കൂട്ടി വെച്ചിട്ടുള്ള വർഗൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ വേലയും പൂരൊക്കെ ആയിട്ട് വർഗൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. നമുക്ക് ഈ മാസം 12-ാം തീയതി വേലയാണ്, 13-ന് താലപ്പൊലിയാണ്. അപ്പൊ ചെറുപ്പശ്ശേരി വേലയും താലപ്പൊലിയും കാണാത്തവരൊക്കെ തവണ എന്തായാലും വരുകൊണ്ടു എല്ലാരെയും ക്ഷണിക്കുകയാണ്. ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പോവാൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, കൊല്ലത്തെ വേല എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അടുത്ത കൊല്ലം വേലയാകുമ്പത്തേക്കും എന്റെ അടുക്കള പുറത്ത് ഇപ്പൊ നമ്മൾ ആ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞു അടുക്കള പോലെ കെട്ടിയിട്ട് വീതനൊക്കെ ആക്കി തരണം എന്നൊക്കെ. നമ്മളങ്ങനെയാണല്ലോ പെണ്ണുങ്ങള്. എല്ലാ കൊല്ലം ഓരോ വിശേഷം ഉണ്ടാവുമ്പോ അടുത്തെല്ലാ വിശേഷത്തിന് ഒന്നുകൂടി അപ്ഡേറ്റ് ആയി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യൂലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. ആ പ്ലാനൊക്കെ നടക്കും. സർവേശ്വരനെ അനുഗ്രഹിച്ച അതൊക്കെ സൂപ്പർ ആയിട്ട് നടക്കൂലേ. ഇങ്ങനെ ഓരോന്നും ചോദിക്കും ഏട്ടൻ്റെ അടുത്ത്. ഏട്ടൻ ഓ സെറ്റ് ചെയ്യാം അങ്ങനെ പറയുമ്പോ ഇനിയിപ്പോ ചെയ്ത് തന്നിട്ടില്ലെങ്കിലും ഇക്കൊരു പൊലിവാണ്. മാർഗത്തേക്കില് കഴിഞ്ഞ് മരം കൊലായി അടിച്ച് ആത്ത് കയറാൻ നിൽക്കുകയാണ്. എനിക്കൊരു 5:45 ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു. കൊളാബ് വീഡിയോ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്നൊരു റിസപ്ഷന് പോവാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിലുള്ള കല്യാണമാണ് കേട്ടോ. അപ്പൊ അത്രയും വന്ന് പറഞ്ഞാണ്. ഞാൻ ഏട്ടനും ഉണ്ണിയോടും കൂടി അവിടെ പോവാച്ചു. അങ്ങനെ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ്. അതിന്റെ ആദ്യം ആ നേരത്തുണ്ടല്ലോ ഒരു ഒട്ടുമൂച്ചിയുണ്ട്. അതാവണേ ഉള്ളു കായ്ക്കാൻ. 2-3 കൊല്ലമൊക്കെ വേണമല്ലോ ഒട്ടുമൂച്ചി കായ്ക്കാനായിട്ട്. ആദ്യമേയും അവനെ സ്പ്രേ ചെയ്യണം. ഇതൊന്ന് കായ്ക്കോ നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഞാൻ നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് ഓരോ ലൈവൊക്കെ ഇടലുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ. പ്രത്യേകിച്ച് വലിയ ആനക്കാര്യം പറയാനൊന്നും അല്ലെങ്കിലും വെറുതെ കുറച്ചേരം എല്ലാവരുടെ അടുത്തും സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർ പുതുതായിട്ട് നമ്മളെ ചാനലിലേക്കൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് എന്ന് പറയാ. അപ്പൊ ലൈവൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ എല്ലാരും പറ്റണമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കേട്ടോ. നാളത്തേക്ക് അത്യാവശ്യം ഒരു പണി തീർക്കാണ്ടായിരുന്നു. യൂണിഫോമുകൾ തിരുമ്പല്. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ പോകാൻ കുടുങ്ങൂലോ. അപ്പൊ അത് കല്ലേ തന്നെ തിരുമ്പിടിക്കാണ്. ഞാൻ യൂണിഫോമുകളൊന്നും അധികം മെഷീനിൽ ഇടൂല. പിന്നെ ഈ മഴക്കാലത്തൊക്കെ എന്റെ കാലിന്റെ അടി കൂടെ നിറയെ മുറിയാവൂലേ, ആ സമയത്തൊക്കെ മാത്രം നിവൃത്തിയില്ലാണ് യൂണിഫോമുകളൊക്കെ ഞാൻ മെഷീനിൽ ഇടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കല്ലേ തന്നെ തിരുമ്പിടിക്കും. എന്നാൽ തന്നെ അത് നന്നായിട്ട് വൃത്തിമേനയായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. പിന്നെ വേഗം ഓരോരുത്തർ മേലെഴുകി പുറപ്പെടാനൊക്കെ തുടങ്ങി. കല്യാണത്തിന് പോകണ്ടേ നമുക്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുറപ്പെടുമ്പോ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് മിഡ് നൈറ്റിന്റെ പെൻസിലാണ് കേട്ടോ. നമ്മള് കാജൽ എഴുതൂലേ അതുപോലെ യൂസ് ആക്കാന്. എനിക്കറിയാലോ എന്റെ കണ്ണിന്റെ താഴെ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ ആണ്. ആയിക്കോട്ടെ കൺമഷി പറഞ്ഞാൽ പിന്നെ ഒരു വകയ്ക്ക് നന്നാവൂല. അപ്പൊ ഈ മിഡ് നൈറ്റിന്റെ പെൻസിലുകൊണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞാല് കൺമഷി പരക്കൂല. രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തേക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ ഗോവയ്ക്ക് പോയില്ലായിരുന്നോ, അന്നാണിത് വാങ്ങിച്ചത്. അന്ന് ഓർത്തയാണ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്ന്. എനിക്കത് ഓർമ്മ ഉണ്ടാവുകയില്ല. റേറ്റ് നോക്കണ്ട, വെള്ളമായ മായൂല. പിന്നെ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിങ്ങനെ കൂർപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ മാതിരി പൊട്ടത്തിലൊന്നും പറ്റണ്ട. എനിക്കിത് കൂർപ്പിക്കാൻ പറ്റുന്ന അറിയണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു ഇതിന്റെ പിന്നാമ്പുറത്ത് കൂടെ ഇത് കുത്തി അങ്ങനെ മുന്നിലേക്ക് എടുക്കിയിരിക്കുന്നു. പുട്ടൊക്കെ കുത്തൂലേ അതുപോലെ. പക്ഷെ അങ്ങനെ വരില്ല. നമ്മളിത് മോന കഴിയുമ്പോ ഇങ്ങനെ കൂർപ്പിക്കുകയാണ് വേണ്ട കേട്ടോ. എന്താ ഞങ്ങള് ഗൂഡ്സിൽ കുത്തി തിരക്കി ടൗണ് വരത്തേക്കും പോയി. ടൗണിൽ നിന്ന് പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് കല്യാണത്തിന് പോയത്. മുന്നേക്കെ ഞങ്ങള് എവിടെ കല്യാണ കളവാണം ഉണ്ടായാലും ശരി ഗൂഡ്സിലാണ് പോവുക കേട്ടോ. ഇപ്പോഴും അങ്ങനെ പോണെന്ന് പോതില്ലായിട്ടല്ല പറ്റൂല, എല്ലാരും അതിന് കൊള്ളൂല. അപ്പൊ പിന്നെ ഇതുപോലെ നമ്മള് ഓട്ടോ വിളിച്ചിട്ടോ ബസ്സിലോ ഒക്കെയാണ് എല്ലായിടത്തേക്കും പോവാ. അല്ലെങ്കിൽ ചിലപ്പോ പോവാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാനും ഏട്ടനും മാത്രം സ്കൂട്ടി പോവും. മക്കളെയും കൂട്ടിയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് പോവാനുള്ളൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്.
ഉണ്ട്. നമുക്ക് പരിഹരിക്കാം അല്ലെ? എന്നേലൊക്കെ നമുക്ക് ഒരു വണ്ടിയൊക്കെ സ്വന്താക്കണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അന്ന് ലൈവ് ചെയ്തുന്ന്. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടാന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണേ. ഇവിടുത്തെ ലേറ്റ് ആയിട്ട് വെച്ചാൽ എന്തിനാ അറിയോ? എനിക്കറിയാം